മണിയായോ? ദേ സണിച്ച എഴുന്നേറ്റേ. ദേ ചെറുക്ക, നിന്റെ BMI പ്രകാരം ഓൾറെഡി 7 കിലോ കൂടുതലാന്നേ. എടാ സണ്ണിക്കുട്ടാ, പോയി ട്രെഡ്മിലേക്ക് വിട്ടേ. വേഗം. ജാൻസി കൊച്ചേ, ഇത് എന്നാ ഉറക്കമാന്നേ? സണ്ണിച്ച വെറുതെ കളിക്കല്ലേ. സണ്ണിച്ചന്റെ സർപ്രൈസ് പരിപാടി ഒന്നും അല്ലെന്നേ, ഇത് കർത്താവിന്റെ ഒരു സർപ്രൈസ് പരിപാടിയാ. അതുകൊണ്ട് നീ സമയം കളയാതെ ഇവിടോട്ട് വന്നെന്ന് ഇരുന്നേ. ഞാൻ വന്ന കാര്യം എന്താന്ന് പറയാം. നിന്റെ മനസ്സിലെ ചോദ്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഞാനേ ഒരു ദൈവദൂതനാ. ദൈവദൂതനോ? ആ, ഈ ആമസോണും നെറ്റ്ഫ്ലിക്സും ഒക്കെ കാണുന്ന സമയം കൊണ്ടേ ഇച്ചിരി ബൈബിളൊക്കെ ഒന്ന് വായിച്ചാ ഞങ്ങളെ കുറിച്ചൊക്കെ ഒരു ഐഡിയ കിട്ടും. അങ്ങനെ അങ്ങ് കൊച്ചാക്കല്ല പുണ്യാള. ഗബ്രിയേൽ മാലാഖയൊക്കെ അല്ലേ, എനിക്കറിയാം. ആ, ഞങ്ങളൊക്കെ ഒരു ഗ്യാങ്ങാ. വളച്ചുകെട്ടില്ലാതെ വന്ന കാര്യം പറയാം. ദൈവത്തിന് വളരെ പ്രിയപ്പെട്ടവളാ നീ. അതുകൊണ്ട് ദൈവം നിനക്കൊരു വരം തന്നിട്ടുണ്ട്. വരമോ? അതെന്ത് വരം? ലൈഫിലെ നീ ആഗ്രഹിക്കുന്ന 4 കാര്യങ്ങൾ എന്നോട് പറയാം. ഞാനത് ദൈവസന്നിധിയിൽ സമർപ്പിക്കും. പെട്ടെന്നൊന്നും വേണ്ട. നല്ലപോലെ ആലോചിച്ചിട്ട് സൺഡേ പള്ളി വരുമ്പോ പറഞ്ഞാ മതി. പിന്നെ വരുമ്പോഴേ അരമണിക്കൂർ നേരത്തെ അങ്ങ് പോരെ. നിന്റെ ആഗ്രഹങ്ങളൊക്കെ അങ്ങേരുടെ മുമ്പിൽ കേൾപ്പിക്കാൻ പറ്റുന്നതാണോ നോക്കണമല്ലോ. എന്നാ പിന്നെ പറഞ്ഞ പോലെ സൺഡേ കാണാം. എന്താ? അതെ, ഞാനൊരു കാര്യം പറഞ്ഞാ വിശ്വസിക്കൂ? നീ കാര്യം പറ, എന്നിട്ട് തീരുമാനിക്കും വിശ്വസിക്കണോ വേണ്ടയോ. അത് എനിക്ക് രാവിലെ ഒരു ദർശനം കിട്ടി, ഒരു പുണ്യാളന്റെ ദർശനം. ആൾക്കാർ ദർശനം കിട്ടിയിരിക്കുന്നത്. എന്നിട്ട് കക്ഷി എനിക്കൊരു വരമൊക്കെ തന്നിട്ടാ പോയെ. വരോ? എന്തു വരം? അതെ, നമുക്ക് ഏറ്റവും ആഗ്രഹമുള്ള 4 കാര്യങ്ങൾ പുള്ളിയോട് പറയാൻ. പുള്ളി അത് കർത്താവിനോട് പറഞ്ഞ് നടത്തി തരുമെന്നാ പറഞ്ഞേ. ആഹാ, കൊള്ളാലോ വരം. നിനക്കൊന്ന് ഓഫല്ലേ? ഇഷ്ടം പോലെ സമയമുണ്ട്. ഇരുന്ന് ആലോചിക്കും. ഞാൻ ഏതായാലും ഓഫീസിൽ പോകാൻ റെഡി ആവട്ടെ. ഏതായാലും ഇന്റർവ്യൂവിന്റെ കാര്യം പറയാം. ഓക്കെ, അമ്മയൊന്ന് വിളിക്കാം. എന്തായാലും അമ്മയ്ക്ക് ഒരു ഐഡിയ കിട്ടാതിരിക്കില്ല. അമ്മ ഇതെവിടായിരുന്നു? ഞാൻ അടുക്കളയിലായിരുന്നടി. ആഹാ, ഇന്നെന്താ സ്പെഷ്യല്? എന്നാ സ്പെഷ്യല്? മീൻകറി ഉണ്ട്. ആണോ? എന്ത് മീനാ? അതിച്ചിരി മത്തി അടി വെച്ചേ. അതെയോ? അപ്പ എന്തി? അപ്പച്ചൻ പാലായിക്ക് പോയതാടി. ഇനിയിപ്പോ വരുമ്പോ രാത്രിയാവും. ആണോ? അമ്മേ, ഞാനൊരു കാര്യം പറഞ്ഞാ വിശ്വസിക്കോ? എന്നാ കാര്യാടി? അതെ, ഇന്ന് രാവിലെ എനിക്കൊരു പുണ്യാളന്റെ ദർശനം കിട്ടി. ആ പുണ്യാളൻ എന്നോട് പറയുവാ, ഏറ്റവും ആഗ്രഹമുള്ള 4 കാര്യങ്ങളൊന്ന് പറയുവാണെങ്കിൽ അത് ദൈവത്തോട് പറഞ്ഞിട്ട് അങ്ങ് നടത്തി തരാമെന്ന്. അത് കൊള്ളാലോടി, നീ ധൈര്യമായിട്ടങ്ങ് ചോദിക്കുന്നേ. എന്നാ ശരി അമ്മേ, ഞാൻ വല്ലതും ഉണ്ടാക്കട്ടെ. ഓക്കെ. ഹലോ, എടി ജാൻസി. ഷൈനി പറയടി. എന്നാ പരിപാടിയായിരുന്നു? അടുക്കളയിലായിരുന്നു ഞാൻ. ആണോ? ഞാനും കുറച്ച് തുണിയൊക്കെ അടുക്കി പെറുക്കി വെക്കുവാ. എടി, ഇന്റർവ്യൂ പ്രിപ്പറേഷൻ എന്തായി? ഉഴപ്പാ. ഞാനും. അതെ, ഞാനൊരു കാര്യം പറഞ്ഞാ നീ വിശ്വസിക്കൂ? എന്നാടി പറ. എനിക്കൊരു പുണ്യാളന്റെ ദർശനം ഉണ്ടായിടി. പുണ്യാളനോ? ഒന്ന് പോടി. അല്ലടി, ശരിക്കും ഉണ്ടായി ദർശനം. കൊള്ളാലോ. അതേടി, അമ്മയോട് പറഞ്ഞിട്ടൊന്നും അമ്മ വിശ്വസിക്കുന്നില്ല. ആണോ? എന്നാ ശരിയടി, കാണാം. എടി ജാൻസിയേ, കഴിഞ്ഞില്ലേ ഇതുവരെ? വരുന്നു ഇച്ചായ, ഞാൻ റെഡി. നമുക്ക് പോവാം. കഴിഞ്ഞു. എത്ര നേരമായി? ഓക്കെ.
ആ അതെ, മീറ്റിംഗ് തീരാറാകുമ്പോൾ എന്നെ കൂടെ ഒന്ന് വിളിക്കണം. ഞാനും ഒന്ന് പുണ്യാളനെ കാണട്ടെ. അല്ലെങ്കിൽ ഞാനേ കണ്ടുള്ളൂ, ഞാൻ മാത്രമേ കണ്ടുള്ളൂ എന്ന് പറഞ്ഞ് നീ എന്നെ പറ്റിക്കും. ഒന്ന് പോ സണിച്ച. ഒന്നാമത് മനുഷ്യൻ ടെൻഷനാ, അപ്പോഴാ വെറുതെ. അതല്ലടി, എനിക്ക് സത്യത്തിൽ പുണ്യാളനെ കാണാൻ വേണ്ടിയാ. ജാൻസി കൊച്ചേ, നീ ആ കസേരയിലോട്ടൊന്ന് ഇരുന്നേ, എന്നിട്ട് ആ ലിസ്റ്റ് ഒന്ന് വായിച്ചേ. അതെ, നെക്സ്റ്റ് വീക്ക് എനിക്കൊരു ഇന്റർവ്യൂ ഉണ്ട് പുണ്യാള. ഇവിടുത്തെ ബാങ്ക് 7 നഴ്സിൻ്റെയാ. അത് കൊള്ളാവല്ലോടി. കാര്യം ഞാൻ നന്നായി പ്രിപ്പയർ ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇന്റർവ്യൂ ബോർഡിന്റെ മുന്നിൽ ചെല്ലുമ്പോൾ അത് ഞാനൊന്ന് വിറയ്ക്കും. കഴിഞ്ഞ പ്രാവശ്യം ഞാനൊരു വെള്ളക്കാരിയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ആ വെള്ളക്കാരിയെ കണ്ടതോടെ എൻ്റെ കോൺഫിഡൻസ് ഒക്കെ പോയി പുണ്യാള. പിന്നെ ഇത്തവണ എൻ്റെ എതിരാളി ആ ഷൈനിയാണ്. എങ്ങാനും ആ ഷൈനിക്ക് ബാങ്ക് 7 കിട്ടിയ എനിക്ക് തല ഉയർത്തി നടക്കാൻ പറ്റത്തില്ല. ഇത്തവണ എങ്ങനെയെങ്കിലും എനിക്കതൊന്ന് സെറ്റപ്പാക്കി തരണേ. ഞാൻ പറഞ്ഞു നോക്കാം, അത് നടപടിയാവുമെന്നറിയില്ല. നിന്റെ അടുത്ത ആഗ്രഹം പറ, കേക്കട്ടെ. അടുത്തത് പുണ്യാള, ഞങ്ങളുടെ ഇടവക പള്ളിയിലെ പെരുന്നാൾ കഴിക്കാൻ എനിക്ക് സണ്ണിച്ചിന് വലിയ ആഗ്രഹമാണ്. എല്ലാ വർഷവും നറുക്കെടുപ്പാന്നേ. ഒരൊറ്റ നമ്പർ ലോട്ടറി എടുത്താൽ പോലും അടിക്കാത്തവരാ ഞങ്ങൾ. ഇത്തവണ എങ്ങനെയെങ്കിലും പുണ്യാളം വിചാരിച്ച് അതൊന്ന് സെറ്റപ്പാക്കി തരണേ. അപ്പോൾ പെരുന്നാൾ നടത്തി മറ്റുള്ളവരുടെ മുമ്പിൽ ഒന്ന് ഷൈൻ ചെയ്യണം. അതാണ് ലൈൻ അല്ലേ? നടക്കുമെന്നറിയത്തില്ല, എന്നാലും ഒന്ന് പറഞ്ഞു നോക്കാം. ആ, നെക്സ്റ്റ് എന്താണ്? 5-6 വർഷമായിട്ട് എൻ്റെ അമ്മച്ചിക്ക് ഭയങ്കര മുട്ടുവേദനയാണ് പുണ്യാള. അതൊന്ന് മാറ്റി തരാവോ? കാലൊന്ന് ശരിയായിട്ട് വേണം അമ്മച്ചീൻ്റെ UK മൊത്തം ഒന്ന് കാണിക്കാൻ. അമ്മച്ചിയെ UK കാണിക്കണമെന്നുള്ളതിൻ്റെ ആഗ്രഹം കൊള്ളാടി. സാധാരണ ഇവിടെ വരുന്ന ആൾക്കാർ മക്കളെ നോക്കാനോ അല്ലെ 2 ഷിഫ്റ്റ് കൂട്ടിയെടുക്കാനോ ഒക്കെയാണ് അവർക്ക് താല്പര്യം. ആ കാര്യത്തിൽ നീ വ്യത്യസ്തയാണ്. ലാസ്റ്റത്തെ ആഗ്രഹം അവിടെ നിൽക്കട്ടെ. ഇപ്പം ഞാൻ നിനക്കൊരു വചനഭാഗം വായിച്ചു തരാൻ പോവാണ്, ശ്രദ്ധിച്ച് കേൾക്കണം. തങ്ങൾ നീതിമാന്മാരാണെന്ന ധാരണയിൽ തങ്ങളിൽ തന്നെ ആശ്രയിക്കുകയും മറ്റുള്ളവരെ പുച്ഛിക്കുകയും ചെയ്യുന്നവരോട് അവൻ ഈ ഉപമ പറഞ്ഞു. 2 പേർ പ്രാർത്ഥിക്കുവാനായി ദേവാലയത്തിലേക്ക് പോയി. ഒരാൾ ഫരിസീയനും മറ്റേയാൾ ചുങ്കക്കാരനും. ഫരിസീയൻ നിന്നുകൊണ്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചു: ദൈവമേ, നിനക്ക് ഞാൻ നന്ദി പറയുന്നു. അക്രമികളും നീതിരഹിതരും വ്യഭിചാരികളുമായ മറ്റു മനുഷ്യരെ പോലെയോ ഈ ചുങ്കക്കാരനെ പോലെയോ അല്ല. ഞാൻ ആഴ്ചയിൽ 2 പ്രാവശ്യം ഉപവസിക്കുന്നു. ഞാൻ സമ്പാദിക്കുന്ന സകലത്തിൻ്റെയും ദശാംശം കൊടുക്കുന്നു. ആ ചുങ്കക്കാരനാകട്ടെ ദൂരെ നിന്ന് സ്വർഗത്തിലേക്ക് കണ്ണുകളുയർത്താൻ പോലും ധൈര്യപ്പെടാതെ മാറത്തടിച്ചുകൊണ്ട് ദൈവമേ, പാപിയായ എന്നിൽ കനിയണമേ എന്ന് പ്രാർത്ഥിച്ചു. ഞാൻ നിങ്ങളോട് പറയുന്നു, ഇവൻ ആ ഫരിസേയനേക്കാൾ നീതീകരിക്കപ്പെട്ടവനായി വീട്ടിലേക്ക് മടങ്ങി. എന്തെന്നാൽ തന്നെ തന്നെ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും, തന്നെ തന്നെ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടും. നിന്റെ ആ 4ാമത്തെ ആഗ്രഹമല്ലേ ഇത്? അത് നിന്റെ ആഗ്രഹമല്ല, അത് നിന്റെ സണ്ണിച്ചൻ്റെ ആഗ്രഹമല്ലേ? അത് ഞാനിപ്പോൾ സാധിച്ചു കൊടുക്കാൻ വേണ്ടി പോവാ. സണ്ണിച്ചാ, ഇങ്ങ് കയറി പോരെ. എൻ്റെ ജാൻസി കൊച്ചേ, നീ എന്തൊക്കെയാ ചിന്തിച്ചു കൂട്ടുന്നത്? നഷ്ടപ്പെട്ടു പോയ ആടുകളെ ഓർത്ത് വ്യാകുലപ്പെടുന്ന നിന്റെ കർത്താവിനെ മറന്ന് നിന്റെ പ്രശസ്തിക്കും നിന്റെ സുഖങ്ങൾക്കും വേണ്ടി എന്തൊക്കെയാ നീ ചിന്തിച്ചു കൂട്ടുന്നത്? നിന്റെ ഹൃദയത്തിൻ്റെ വാതിലുകളൊന്ന് തുറന്നു വയ്ക്കുക. ദ ലോർഡ് ഓൾവേസ് ബി വിത്ത് യു.